ഹലോ, ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഒരു വെജിറ്റബിൾ ദം ബിരിയാണിയാണ്. അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു ബിരിയാണിയാണ്. അപ്പോൾ ഇത് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ആദ്യം തന്നെ ഇതിലേക്കുള്ള ചോറൊക്കെ ഒന്ന് വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട് വേവിച്ച് ഊറ്റിയെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ കുറച്ചധികം വെള്ളം വെച്ചിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടെ ചേർക്കുകയാണ്. പിന്നെ മസാലകളായിട്ട് 3-4 ഏലക്ക, ഒരു 4-5 ഗ്രാമ്പൂ എടുത്തിട്ടുണ്ട്. അതുപോലെ ഒരു തക്കോലം, 2 ബേ ലീഫ്, കുറച്ച് കറുവപ്പട്ട എടുത്തിട്ടുണ്ട്. അതുപോലെ ഒരു ചെറിയൊരു ജാതിപത്രിയും കൂടി ഇട്ടിട്ടുണ്ട്. പിന്നെ ഒരു ടീസ്പൂൺ അളവിൽ നെയ്യ് കൂടെ ആ വെള്ളത്തിലേക്ക് ചേർത്തിട്ടുണ്ട്. നമ്മളിവിടെ ബിരിയാണി റെഡിയാക്കാൻ വേണ്ടിയിട്ട് കൈമ അരിയാണ് എടുത്തേക്കുന്നത്. അത് ഏകദേശം ഒരു 2.5 കപ്പ് അളവിലാണ് എടുത്തേക്കുന്നത്. അതൊന്ന് കഴുകി വാരി ഊറ്റി വെച്ചതാണ്. അപ്പോൾ നെയ്യ് കൂടി ഇടുമ്പോൾ ചോറൊക്കെ ഒന്ന് പെട്ടെന്ന് വിട്ട് കിടന്നോളും. അപ്പോൾ ചോറ് ഒരു 3/4 വേവിൽ നമ്മൾ വേവിച്ച് ഊറ്റിയെടുക്കണം. അപ്പോൾ ഈ ഒരു സമയത്ത് നമുക്ക് മസാലകളൊക്കെ ഒന്ന് റെഡിയാക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു 4 മീഡിയം സവാള, അതുപോലെ 2 മീഡിയം ക്യാരറ്റ് ഇതുപോലെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരു അത്യാവശ്യം വലിയൊരു ഉരുളക്കിഴങ്ങായിരുന്നു. പിന്നെ 2 മീഡിയം തക്കാളി, അതുപോലെ ഒരു 5-6 ബീൻസ് ഇതുപോലെ നീളത്തിൽ അരിഞ്ഞ് അതും കൂടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ചോറൊക്കെ വേവിച്ച് ഊറ്റിക്കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ നമ്മൾ ഇതൊക്കെ റെഡിയാക്കാൻ വേണ്ടിയിട്ട് 2 ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണയും 2 ടേബിൾ സ്പൂൺ അളവിൽ നെയ്യും കൂടെ ചേർത്തിട്ടാണ് ഇതിലേക്കുള്ള മസാലകളൊക്കെ ഒന്ന് റെഡിയാക്കിയത്. അപ്പോൾ ഇതിലും ഞാൻ ഒരു ചെറിയ കഷ്ണം കറുവപ്പട്ട, അതുപോലെ 3 ഏലക്ക, 2-3 പീസ് ഗ്രാമ്പൂ, ഇത്രയും സാധനങ്ങൾ ഇട്ടൊന്ന് മൂത്ത് കഴിഞ്ഞപ്പോൾ അരിഞ്ഞു വെച്ച ആ സവാളയും കൂടെ ഇതിലേക്ക് ഇട്ടിട്ട് ഒന്ന് വഴറ്റിയെടുക്കുകയാണ്. അപ്പോൾ സവാള ഒന്ന് പാതി വഴണ്ട് വന്നപ്പോൾ 2 ടേബിൾ സ്പൂൺ അളവിൽ ഇഞ്ചിയും വെളുത്തുള്ളിയും, അതുപോലെ ഒരു 6-7 പച്ചമുളകും കൂടെ അത് എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. ചതച്ചതും കൂടെ ഇട്ടിട്ട് അത് നന്നായിട്ട് വഴണ്ടിട്ട് വന്ന് സവാളയൊക്കെ ഒരു ചെറിയൊരു ബ്രൗൺ കളറിലേക്ക് തുടങ്ങിയപ്പോൾ ഞാൻ അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. മഞ്ഞൾപ്പൊടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു 1/4 ടീസ്പൂൺ അളവിൽ മല്ലിപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നമ്മളിതിലേക്ക് കുറച്ച് മുളക് പൊടി ചേർക്കേണ്ട. അപ്പോൾ മുളക് പൊടിയുടെ എരിവിനനുസരിച്ച് 1 ടീസ്പൂൺ വരെ ചേർക്കാം. ഞാനിപ്പോൾ ഇവിടെ ഒരു 3/4 ടീസ്പൂണേ ചേർക്കുള്ളൂ. പിന്നെ ഒരു 3/4 ടീസ്പൂൺ അളവിൽ ഗരം മസാലയും കൂടെ ചേർക്കാം. അപ്പോൾ ഗരം മസാലയുടെ ഫ്ലേവർ അനുസരിച്ച് നിങ്ങൾക്ക് കൂട്ടോ കുറക്കുകയൊക്കെ ചെയ്യാം കേട്ടോ. അപ്പോൾ ഈ ഇട്ട പൊടികളുടെയൊക്കെ ആ ഒരു റോസ് സ്മെല്ലൊക്കെ ഒന്ന് മാറുന്ന വരെ ഒന്ന് വഴറ്റി കൊടുക്കുക. അത് കഴിഞ്ഞ് ഏകദേശം ഒന്ന് വഴണ്ട് വരുമ്പോൾ നമുക്കിതിലേക്ക് തക്കാളിയും അതുപോലെ തന്നെ ബാക്കിയുള്ള വെജിറ്റബിൾസൊക്കെ ഇട്ട് കൊടുക്കുക. അപ്പോൾ ആദ്യം തക്കാളി ഇട്ടിട്ട് തക്കാളി പാതി വാടി കിട്ടിയിട്ട് ബാക്കിയുള്ള വെജിറ്റബിൾസും കൂടെ ഇടാം. ക്യാരറ്റ്, ബീൻസ്, അതുപോലെ തന്നെ ഉരുളക്കിഴങ്ങും കൂടി ഇട്ടിട്ട് പിന്നെ ഞാനിതിൻ്റെ കൂടെ കുറച്ച് കോളിഫ്ലവറും കൂടി ഇടുന്നുണ്ട്. ഒരു ചെറിയൊരു കോളിഫ്ലവർ ഉപ്പിട്ട വെള്ളത്തിൽ, തിളപ്പിച്ച വെള്ളത്തിൽ കുറച്ച് നേരം ഇട്ടിട്ട് ഞാനൊന്ന് കഴുകി ഊറ്റി വെച്ചതാണ്. അപ്പോൾ അതും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഈ വെജിറ്റബിൾസൊക്കെ ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്തിട്ട് ഈ ഒരു ഗ്രേവിയിൽ കിടന്നിട്ട് നന്നായിട്ടൊന്ന് വെന്ത് കിട്ടണം. അപ്പോൾ വെജിറ്റബിൾസ് വേവിക്കാൻ ഇടുന്നതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഒരു 3-4 ടേബിൾ സ്പൂൺ അളവിൽ തൈര്, അധികം പുളിയില്ലാത്ത നല്ല കട്ട തൈര് കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ തൈരിൻ്റെ പുളി അനുസരിച്ച് ചേർത്ത് കൊടുക്കുക. അപ്പോൾ 4 ടേബിൾ സ്പൂണോളം ഞാൻ ചേർത്ത് കൊടുത്തിട്ട് അതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് ഇനി നമുക്ക് ലോ ഫ്ലെയിമിലിട്ടിട്ട് ഈ വെജിറ്റബിൾസ് ഒന്ന് കുക്ക് ചെയ്തെടുക്കണം. വെജിറ്റബിൾസൊക്കെ നന്നായിട്ടൊന്ന് വെന്ത് ഒരുപാട് ഉടഞ്ഞിട്ട് പോകണ്ട, എന്നാലും നന്നായിട്ട് വെന്ത് കിട്ടണം. ആ ഒരു പരുവാകുമ്പോൾ തുറന്നിട്ട് അതിൻ്റെ ഗ്രേവിയിൽ നിന്ന് ഞാൻ പകുതി എടുത്ത് മാറ്റാണ്. അപ്പോൾ ഈ ഒരു സമയം മല്ലിയില ചേർത്ത് കൊടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ ദമ്മിലിടുമ്പോൾ മല്ലിയില ചേർത്താലും മതിയാവും. ഞാനിപ്പോൾ ദമ്മിലിടുമ്പോഴാണ് മല്ലിയില ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ പകുതി ഗ്രേവി എടുത്ത് മാറ്റിയിട്ടുണ്ട്. ഇനി ദമ്മിലിടാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ചധികം തന്നെ മല്ലിയില ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. പുതിനയില ഉണ്ടെന്നുണ്ടെങ്കിൽ അതും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ വേവിച്ച് ഏകദേശം 3/4 ഭാഗത്തിൽ കൂടുതൽ വേവിക്കണം കേട്ടോ. അരി ഏകദേശം വെന്തില്ല എന്നുള്ള ആ ഒരു സ്റ്റേജിൽ ഒരുപാട് ഒടിഞ്ഞു പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ തമ്മിലിടുമ്പോൾ ഒരുപാട് കുഴഞ്ഞിട്ട് പോകും. അപ്പോൾ ആ ഒരു പരുവത്തിലെടുക്കുക. പകുതി ഭാഗം ചോറ് ഇട്ട് കൊടുത്തിട്ട് നമ്മൾ സാധാരണ ബിരിയാണിക്കൊക്കെ ചെയ്യണ പോലെ തന്നെ കുറച്ച് നെയ്യും അതിൻ്റെ മുകളിൽ സ്പ്രെഡ് ചെയ്യുക. അതുപോലെ ഫ്രൈഡ് ആയിട്ടുള്ള ഒനിയൻ, പിന്നെ കാഷ്യൂനട്ടും, അതുപോലെ മുന്തിരി, പിന്നെ കുറച്ച് മല്ലിയില ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ സെയിം പ്രോസസ്സ് ഇതിന് മുകളിലും റിപ്പീറ്റ് ചെയ്യുക. കുറച്ച് ബാക്കി എടുത്തു വെച്ച മസാല ഇടുക. അതിൻ്റെ മുകളിലേക്ക് വീണ്ടും മല്ലിയില കുറച്ച് അധികമായിട്ട് തൂക്കി കൊടുക്കുക. പിന്നെ വീണ്ടും ചോറിട്ടിട്ട് സെയിം പ്രോസസ്സ് തന്നെ മുകളിൽ വരെ ചെയ്യുക. നെയ്യും അതുപോലെ ബാക്കിയുള്ള ഫ്രൈഡ് ആയിട്ടുള്ള ഓനിയനും കാഷ്യൂനട്ട്സും അതുപോലെ മുന്തിരിയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് കുറച്ചുകൂടെ മല്ലിയില ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഞാനിതൊന്ന് അലുമിനിയം ഫോയിൽ പേപ്പർ വെച്ചിട്ട് നന്നായിട്ടൊന്ന് കവർ ചെയ്ത് ഏകദേശം ഒരു 15-20 മിനിറ്റ് നേരം നന്നായിട്ട് തീ കുറച്ചിട്ടിട്ട് ലോ ഫ്ലെയിമിൽ ഒന്ന് ദം ചെയ്തെടുക്കാൻ പോവാണ്. അപ്പോൾ ഏകദേശം നമ്മുടെ എല്ലാ സാധനങ്ങളും ഒരുമാതിരിയൊക്കെ വെന്തതാണ്.
അതുകൊണ്ട് തന്നെ ഒരുപാട് നേരമൊന്നും ദം ചെയ്യേണ്ട കാര്യമില്ല. ഒരു 20 മിനിറ്റൊക്കെ ദം ചെയ്താൽ മതിയാവും. അപ്പോൾ 20 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഞാനിത് തുറന്നിട്ടുണ്ട്. നമ്മുടെ അടിപൊളിയായിട്ടുള്ള ദം ബിരിയാണി, വെജിറ്റബിൾ ദം ബിരിയാണി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ചൂടോടുകൂടി തന്നെ സെർവ് ചെയ്യുക. അപ്പോൾ മിക്സ് ചെയ്യുമ്പോഴത്തേക്കും വെജിറ്റബിളൊക്കെ ഒരുപാട് കട്ടായി പോകാതെ ഒന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മുടെ ചോറൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെയാണ് കിട്ടിയേക്കുന്നത്. വിട്ട് നല്ല അടിപൊളിയായിട്ടാണ് കിട്ടിയേക്കുന്നത്. സാലഡും പപ്പടവും ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നല്ല അടിപൊളി കോമ്പിനേഷനാണ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഗസ്റ്റൊക്കെ വരുമ്പോൾ ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. അതുപോലെ തന്നെ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ നമ്മളുടെ ഈ പേജ് ഒന്ന് ലൈക്ക് ചെയ്തിട്ട് ഫോളോ ചെയ്തേക്കണേ. നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലി മെമ്പേഴ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. വീണ്ടും ഇതുപോലെ മറ്റൊരു വീഡിയോ ആയിട്ട് ഇനിയും കാണുന്നവരെ സ്റ്റേ സേഫ്, ടേക്ക് കെയർ, ബൈ.